ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ ആനച്ചാൽ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രീൻ വാലി അല്ലേ, ഗ്രീൻ വാലി റിസോർട്ടിലാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന മൂന്നാറിലൊരു ട്രിപ്പ്. പക്ഷേ ഇതുവരെയായിട്ട് സമയം കിട്ടില്ല, വർക്കും അതും ഇതൊക്കെ ആയിട്ട്. സോ അങ്ങനെ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ വെള്ളിയാഴ്ചയോടെ കൂട്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ഇന്നലെ എല്ലാം പ്ലാനൊക്കെ ചെയ്ത് ഇന്ന് സെറ്റായിട്ട് പോകുന്നു. ഇപ്പോൾ ഇത് ഇവിടെ എത്തി. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ റിസോർട്ടൊക്കെ ഒന്ന് കാണുക. ഞങ്ങളൊരു ഹട്ടിലാണ് റൂം എടുത്തേക്കുന്നത്. ഞങ്ങൾ ആ ഹട്ട് മൊത്തം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഏതായാലും പോയി ഒന്ന് ഫുള്ളൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആനച്ചാലുള്ള ഗ്രീൻ വാലി റിസോർട്ടാണ്. മൂന്നാറിന് അടുത്തുള്ള ആനച്ചാൽ എന്ന് പറഞ്ഞ പ്ലേസിലെ ഗ്രീൻ വാലി റിസോർട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണേ. അവിടെ ഒരു ഹട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ഓഫീസിൽ പോയി. അപ്പോൾ ഓഫീസ് വ്യൂ ആണ് നിങ്ങൾ കണ്ടത്, അടിപൊളിയാണ്. അപ്പോൾ അവരുടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ഹട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ അത് ഫുള്ളി വുഡൻ ആണ് കേട്ടോ. ഇത് ഫുള്ളി വുഡൻ ആണ്. നല്ല തണുപ്പാണ് ഈ റൂമിൽ നമുക്ക് കിട്ടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വുഡൻ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തണുപ്പായിരുന്നു. നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഒരു ചെറിയൊരു റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു ബാൽക്കണിയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ ഫുൾ കാണാൻ പറ്റും കേട്ടോ ഈ വിൻഡോയിലൂടെ. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് നല്ല കാഴ്ചകളാണ്. ഈ സൂര്യനൊക്കെ സൺറൈസൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ ഈവനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഇവരിവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഓരോ ഹട്ടുകളാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ ഹട്ടാണ്, അതായത് ഫാമിലി ഹട്ടാണ്. നമ്മൾ അങ്ങനത്തെ ചെറുതാണ് എടുത്തത്. നമ്മുടെ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഹട്ടാണ് നമ്മളെടുത്തത്. ഫാമിലീസിനാണെങ്കിൽ താഴെയുള്ള വലിയ ഹട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്ന ഫീ എന്ന് പറയുന്നത് ഒരു 5,000 ആണ്. ഗൈസ്, നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് ഗൈസ്. ഇനി ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണട്ടെ അല്ലടാ. ഇന്നലത്തെ വീഡിയോ ആയിരുന്നു ഗൈസ്, പക്ഷെ ഇതാരും കണ്ടില്ല. ഇത് എന്താ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ചായയൊക്കെ ഇട്ടു. 2 പേരും കൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ചായ കുടിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ്, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ മറ്റേ കോഫി മേക്കിംഗ് കെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ചായയും കാര്യങ്ങളൊക്കെ ഇട്ടത്. ഭയങ്കര ക്ലീനാണ്, ഇവരുടെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇത്രയും നല്ല ക്ലീനായിരുന്നു. പിന്നെ നമുക്ക് ബ്രഷും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തു. ബ്രഷ്, പേസ്റ്റ്, പിന്നെ നോർമലി നമുക്ക് കിട്ടുന്ന പോലെ തന്നെ സോപ്പ്, ഷാംപൂസ്, അങ്ങനെയൊക്കെ ഫേസ് വാഷ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടീ ഒക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ കെറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ ആ ഒരു ക്ലീൻ. ഇനി നമ്മൾ സ്വിമ്മിങ് പൂളിൽ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഉണ്ട് അല്ലേ, നൈലോണിൻ്റെ ഡ്രസ്സൊക്കെ ഇടണം. നമ്മളത് വാങ്ങിച്ചിട്ട് വന്നേ. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലുള്ളവരൊന്നും അങ്ങനത്തെ ഡ്രസ്സല്ല ഇട്ടേക്കുന്നത്. പക്ഷെ അവരെ പോളിസിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഇനി സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കാണാം. അവിടെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണേ. ഇതാണ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള കാഴ്ചകൾ പോകുന്ന വഴിയിലുള്ള. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോ ഞാൻ ഇറങ്ങൂല നിൽക്കാണ്. അപ്പൊ ഞാൻ വെള്ളത്തിൽ അങ്ങനത്തെ ഒരു പേടിയാണ്. വെള്ളം കുറച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മരിച്ചു അങ്ങനത്തെ ഒരു പേടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ അവനെ ഇറങ്ങി. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, അവൻ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നെ അവൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ. അവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറയും, നീ പേടിയുള്ളത് തന്നെ നീ ചെയ്യുക, അപ്പം നിനക്കതെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, ഒന്നിനും ചെയ്യരുത് എന്ന് പറയുന്ന ഒരാളല്ല കേട്ടോ. എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആളാണ് അവൻ. അപ്പോൾ എന്നെ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുക ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ.
പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. ഞാനങ്ങനെ വെള്ളത്തിലൊന്നും അത്രയും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇച്ചിരി വെള്ളം കണ്ടാൽ തന്നെ എനിക്ക് പനി പിടിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാറില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്. അതാണ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവനെന്നെ മാക്സിമം വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ വേണ്ട സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്താണ് ഭയങ്കര തണുപ്പായിട്ടോ. 6 മണിയായി സമയം. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി, മീൻസ് അതിൽ നിന്നൊക്കെ പൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും. അതും അടിപൊളിയാണ്. നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കണ്ണിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്. നമ്മൾ അപ്പോൾ പോവാണ്. കിട്ടുമോന്ന് നോക്കാം കേട്ടോ. അല്ലേ കിട്ടുമോന്നോ ഇല്ലയോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പോയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ അടുത്തുള്ള കടകളൊക്കെ നമുക്ക് അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ദൂരം വന്നു ഇവിടെ വരാനായിട്ട്. പക്ഷെ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ആ ട്രാവൽ ചെയ്തപ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ തേയിലക്കാടിൻ്റെ ഇടയിൽ കൂടെ ആ തണുപ്പത്ത് ഒരു ട്രാവൽ ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 10-20 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. പിന്നെ ഫുഡ് കണ്ടപ്പോൾ ഒരു ഓർമ്മയും എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തതാണ്ട് റൂമിലേക്ക് തിരിച്ചു പോകട്ടോ. അപ്പോൾ പിന്നെ ക്യാമ്പ് ഫയറും ഞങ്ങളുടെ നൈറ്റിലുള്ള വീഡിയോസും എല്ലാം ആയിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.